നമുക്കിവിടെ ഇന്ധന ലഭ്യതയുടെ കുറവ് ഒരു വളരെ സംസാര വിഷയമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അറിയുന്നൊരു കാര്യം, ഇന്ത്യ ഒമാനുമായിട്ട് ഒരു പദ്ധതി പ്ലാൻ ചെയ്യുന്നു. അതായത് കടലിനടിയിൽ കൂടെ ഒരു പൈപ്പ് ലൈൻ പദ്ധതി, ഇന്ധന ലഭ്യതയുടെ അതുമായി ബന്ധപ്പെട്ട. അപ്പോൾ അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും സാധ്യതയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞോ? ഒമാനുമായി ചേർന്നിട്ടാണ് ഇത്. സൗത്ത് ഏഷ്യ ഗ്യാസ് എൻ്റർപ്രൈസ് അങ്ങനെ ഒരു സ്വകാര്യ കൺസോർഷ്യം അവർ മുമ്പോട്ട് വെച്ച ഒരു പദ്ധതിയാണ്. സംഭവം കൊള്ളാം, രസമുണ്ട്. പക്ഷേ ഇത് ഇന്ത്യ ഔദ്യോഗികമായിട്ട് ഇങ്ങനൊരു സാധനം അംഗീകരിച്ചിട്ടില്ല. അത് തൽക്കാലം അതുമായിട്ട് മുമ്പോട്ട് പോകുന്നില്ല. സാധ്യത ഏറെയാണ്, പക്ഷേ തൽക്കാലം അങ്ങനെ മുമ്പോട്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ചതാണ്. ഇനി എന്താണ് സംഭവം എന്ന് പറയാം. ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ധന ദൗർലഭ്യം വല്ലാണ്ട് അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ഈ പ്രകൃതിവാതകം അത് നമ്മുടെ ഇപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ പൈപ്പ് ലൈൻ വഴി അതൊക്കെ എത്തും. പക്ഷേ ഇപ്പോൾ നമ്മൾ പ്രകൃതിവാതകം പ്രധാനമായിട്ടും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന താപനിലയങ്ങളടക്കം പലതും ഏറെക്കുറെ പ്രവർത്തിക്കുന്ന കൽക്കരിയിലാണ്. അപ്പോൾ അതിന് പ്രകൃതി വല്ലാണ്ട് ദോഷം ചെയ്യുന്നുണ്ട്, മലിനീകരണ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത്തരം വൻകിട അല്ലെങ്കിൽ അത്തരം വൻകിട ഫാക്ടറികളിൽ പോലും CNG ഉപയോഗിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്രകൃതിവാതകം, നമുക്ക് ഇല്ല, കിട്ടാവുന്നത്രയും പുറത്തുനിന്ന് കൊണ്ടുവരാൻ നമുക്കുണ്ട്, എന്നാലും അത് തികയുന്നില്ല. അതാണ് വാസ്തവം. അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ നമ്മൾ മൊത്തം ഉപയോഗിക്കുന്ന ഇന്ധനത്തിൻ്റെ 6% നിലവിൽ ഈ പ്രകൃതിവാതകമാണ്. അത് 15%-ത്തേക്കെങ്കിലും ഉയർത്തണമെന്നാണ് ഇന്ത്യയുടെ ആഗ്രഹം. അപ്പോൾ പരമാവധി ഇതിന് എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒമാനിൽ നിന്ന്. എന്തുകൊണ്ട് ഒമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഹോർമൂസിൻ്റെ പ്രശ്നമുള്ളത്, നമുക്കിപ്പോൾ വേണ്ട ഗ്യാസ് എല്ലാം ഏറെക്കുറെ വരുന്നത് ഈ ഹോർമൂസ് കടലിടുക്ക് വഴി ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അത് പ്രശ്നമായതുകൊണ്ട് അത് ബ്ലോക്കായി കിടക്കുകയാണ്. അപ്പോൾ ഒമാൻ എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ കാരണം, ഒമാൻ ഈ ഹോർമൂസിൻ്റെ അങ്ങോട്ടേക്ക് പോകണ്ട, അതിൻ്റെ കവാടം വരെ എന്നാൽ മതി, ഉള്ളിലോട്ട് കയറണ്ട, അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തിക്കാം. അത് മാത്രമല്ല, ഇന്ത്യക്ക് ആക്സസ് ഉള്ള ഏറ്റവും അടുത്തുള്ള എണ്ണ ഉൽപ്പാദക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സോഴ്സ് ഉള്ള രാജ്യം ഒമാനാണ്. അപ്പോൾ അവിടെ നിന്നൊരു പൈപ്പ് ലൈൻ, 2000 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു പൈപ്പ് ലൈൻ, അത് നമ്മുടെ അറബിക്കടലിൻ്റെ അടിയിൽ കൂടി നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവർ പദ്ധതിയിട്ടത്. ആ പദ്ധതിയുടെ പേര് മിഡിൽ ഈസ്റ്റ് ഇന്ത്യ ഡീപ്പ് വാട്ടർ പൈപ്പ് ലൈൻ, MEIDP, ഇതാണ് എൻ്റെ ഷോർട്ട് ഫോം. അപ്പോൾ മൊത്തം 40,000 കോടി രൂപ ചെലവ് വരുന്ന ഒരു സംഗതി. പ്രതിദിനം 3.1 കോടി മെട്രിക് സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്റർ പ്രകൃതിവാതകം എത്തിക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് രസമുള്ള സംഗതിയാണ്. ഇനി എന്തുകൊണ്ട് ഇന്ത്യ ഇതിൽ നിന്ന് തൽക്കാലം വേണ്ട എന്ന് തീരുമാനിക്കാൻ കാരണം, അറബിക്കടലിൽ 3.5 കിലോമീറ്റർ താഴെ വലിയ വാതക പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ടാണ് ഇത് കൊണ്ടുവരേണ്ടത്. 3.5 കിലോമീറ്റർ വരെ താഴെ, അതിൽ ആഴം കുറഞ്ഞ മേഖല ഉണ്ടാകും, എങ്കിലും 3.5 കിലോമീറ്റർ എന്ന് പറയുന്നത് നല്ല ആഴമാണ്. നമ്മുടെ ഓഷ്യൻ ഗേറ്റ് ദുരന്തം ഓർമ്മയുണ്ടല്ലോ, ടൈറ്റാനിക് കപ്പൽ കാണാൻ പോയവർ. കാര്യം, വെള്ളത്തിൻ്റെ അടിയിൽ മർദ്ദം അതിഭീകരമാണ്. അപ്പോൾ വാതക പൈപ്പ് ലൈൻ കടലിൻ്റെ അടിയിൽ ഇത്രയും ആഴത്തിൽ വരുമ്പോൾ അതിമർദ്ദം ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ സേഫ്റ്റി ഒരു പ്രശ്നമാണ്. അത് ഉറപ്പ് വരുത്തണമെങ്കിൽ, അല്ലെങ്കിൽ അതേപോലെ പണം മുടക്കും വേണം, അതേപോലുള്ള ടെക്നോളജി ഉപയോഗിക്കണം. അതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ചെയ്യേണ്ടി വരും. അത് ഭാരിച്ച സാമ്പത്തിക ചെലവുണ്ടാക്കും. പിന്നെ ഈ 40,000 കോടി രൂപ വരെ മുതൽ മുടക്കുള്ള ഒരു പ്രോജക്റ്റ് അത്രയും ചെയ്തതിന് ശേഷമേ നമുക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഒമാൻ പോലെ ഒരു രാജ്യവുമായിട്ട് നമ്മൾ ദീർഘകാല കരാറിൽ ഏർപ്പെടണം. അത് ഇത്രയും പണിയും ചെയ്ത് കഴിഞ്ഞാൽ അല്ല, അങ്ങനെ കരാറിൽ ഏർപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ സ്വന്തമായി, നമ്മളിപ്പോൾ പരിവേഷണങ്ങൾ നടത്തുന്നുണ്ട് നമ്മുടെ തീരമേഖലകളിലൊക്കെ. നമ്മുടെ ആൻഡമാനിലടക്കം വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങൾ ഉണ്ടെന്നുള്ള പഠനങ്ങളും വന്നു. അതിൻ്റെ ഖനനം തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് പാഴായില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തൽക്കാലം അതുപോലെ ഇത്രയും കോടിയൊക്കെ ചിലവാക്കി ചെയ്തിട്ട്, ഇപ്പോൾ പ്രേം പറഞ്ഞ പോലെ ഈ കടലിനടിയിൽ കൂടെയുള്ള കുഴൽ എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും വേറെ പാളിച്ച പറ്റില്ല. അല്ല, അതിന് വേറെയും പ്രശ്നമുണ്ട്. ഇനി നമ്മൾ മുടക്കാന്ന് തന്നെ ഇരിക്കട്ടെ, ശരി ചെയ്യാം, പക്ഷെ അതത്ര എളുപ്പമല്ല. കാരണം ഈ കടന്നു വരുന്ന അന്താരാഷ്ട്ര കപ്പൽച്ചാലിൻ്റെ ഭാഗത്തുകൂടിയൊക്കെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ യുഎന്നിൻ്റെ ഒരു ഏജൻസി ഉണ്ട്, UNCLOS എന്നാണ്. അതായത് ഈ കപ്പൽ ഗതാഗതവുമായി ബന്ധപ്പെട്ടുള്ള പൊതു നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസിയാണ്. അവരുടെ അനുമതി ആദ്യം മേടിക്കണം. പിന്നെ ഇത് ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ്റെയും
അത് ഈ കപ്പൽ ഗതാഗതത്തെ ബാധിക്കാൻ സാധ്യത വരുന്ന റൂട്ട്. ഈ കപ്പൽ അതായത് എല്ലായിടവും ഈ 3.5 കിലോമീറ്റർ ആഴം ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല. ചില മേഖലകളിൽ ആഴം കുറഞ്ഞ മേഖല ഉണ്ടാകും. കപ്പൽ ചാലുകൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അവരെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. തട്ടുമെന്നല്ല, എങ്കിലും അതൊരു അപകട സാധ്യത മേഖലയായിട്ട് കണക്കാക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് ഇന്റർനാഷണൽ മാരിടൈം ഏജൻസിയുടെ അനുമതി വേണ്ടതുണ്ട്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആഗോളതലത്തിലുള്ള പരിസ്ഥിതി സംഘടനകളുടെ അനുമതി വേണ്ടതുണ്ട്. അപ്പൊ തലവേദന പിടിച്ച കേസാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് തൽക്കാലം ഇത്തരത്തിലൊരു വലിയൊരു പദ്ധതി, ചുരുക്കി പറഞ്ഞ കടലിനടിയിൽ കൂടിയുള്ള പൈപ്പ് ലൈൻ, വാതക പൈപ്പ് ലൈൻ തൽക്കാലം വേണ്ട എന്ന് തന്നെയാണ് തീരുമാനിച്ചത്. വാതക പൈപ്പ് ലൈൻ മാത്രമല്ല, ഇനി ഇന്ധന വിതരണത്തിന് ക്രൂഡ് ഓയിൽ കൊണ്ടുവരണമെന്ന് വിചാരിച്ചാലും ഇതേ പ്രശ്നങ്ങൾ തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ വലിയ കപ്പലുകൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ കപ്പലുകൾ മാറ്റിയിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ലാഭമുണ്ട്. സംഭവം ശരി തന്നെ. കാര്യം കപ്പലിലൂടെ കൊണ്ടുവരികയാണെങ്കിൽ അതാദ്യം ഇപ്പോൾ വാതക രൂപത്തിലുള്ള ഈ സംഗതിയെ ദ്രവരൂപത്തിലോട്ട് മാറ്റണം. അത് തിരിച്ച് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും പ്രോസസ്സ് ചെയ്യണം. കടത്തുകൂലി, കപ്പലിൻ്റെ വാടകയും കടത്തുകൂലിയൊക്കെ കൊടുക്കണം. അങ്ങനെ വെച്ച് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഒറ്റത്തവണ മുടക്കിയാൽ മതി ഈ പൈപ്പ് ലൈൻ ഇടുന്നതിന്. നമുക്ക് വൻ ലാഭമൊക്കെ തന്നെയാണ്. പക്ഷേ ഇത്തരം ചില സാധ്യതകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാത്തത്. എന്നിരുന്നാലും കടലിലൂടെയല്ലേ പ്രശ്നമുള്ളൂ, കരയിൽ കൂടി ആകാമല്ലോ. അപ്പോൾ നമ്മൾ കരയിൽ കൂടി ഈ പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായിട്ട് 2 പ്രൊജക്റ്റുകൾ നമ്മുടെ പരിഗണനയിലുണ്ടായിരുന്നു. അതിലൊന്ന് ഇറാനിൽ നിന്ന് പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്കുള്ള ഒരു പൈപ്പ് ലൈനാണ്. ഒരു കുറച്ചു കാലം മുമ്പ് വരെ വലിയ വാർത്തയായിരുന്നു. അപ്പോൾ പാകിസ്ഥാനുമായിട്ട് സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി എന്ന നിലയിൽ അതിനെ സമാധാന പൈപ്പ് ലൈൻ എന്നായിരുന്നു അതിനെ അറിയപ്പെട്ടിരുന്നത് തന്നെ. അത് ഇറാനിലെ സൗത്ത് പാൾസ് എന്ന് പറയുന്ന അവരുടെ വാതക പാടത്തിൽ അല്ലെങ്കിൽ വാതക ഉൽപ്പാദിപ്പിക്കുന്ന ഖനന കേന്ദ്രത്തിൽ നിന്ന് ഏതാണ്ട് 2775 കിലോമീറ്റർ ദൈർഘ്യമുള്ള പൈപ്പ് ലൈൻ വലിക്കുക എന്നുള്ളതായിരുന്നു. അത് പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നാണ് ചുരുക്കം. അപ്പോൾ ഇതിൻ്റെ ചർച്ചകൾ തുടങ്ങിയത് 1990-ലാണ്. 2005 ഇന്ത്യയും പാകിസ്ഥാനും ഇറാനും ഇത് സംബന്ധിച്ചുള്ളൊരു പ്രാഥമിക ധാരണയൊക്കെ ആയതാണ്. പക്ഷേ 2008 ആയപ്പോൾ ഇന്ത്യ അതിൽ നിന്ന് പിൻവാങ്ങി. അതിൻ്റെ കാരണം ഈ പൈപ്പ് ലൈൻ കടന്നു വരുന്നത് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന മേഖലയിൽ കൂടിയാണ്. ബലൂചിസ്ഥാനിൽ വലിയ വിഷയം. ബലൂചിസ്ഥാനിൽ യാതൊരു സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ പറ്റില്ല. കാര്യം പാകിസ്ഥാനുമായിട്ട് നിരന്തര സംഘർഷമുണ്ട്. അപ്പോൾ അതൊരു സാധ്യത. പിന്നെ പാകിസ്ഥാനിലൂടെ കടന്നു വരുന്നത് കൊണ്ട് ഇവർക്ക് വലിയ രീതിയിൽ നമ്മൾ ട്രാൻസിറ്റ് ഫീസ് കൊടുക്കേണ്ടി വരും. കാര്യം അവരുടെ ഭൂപ്രദേശത്തു കൂടിയാണല്ലോ ഈ വാതകം ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പോൾ ആ ട്രാൻസിറ്റ് ഫീസ് പാകിസ്ഥാൻ അങ്ങോട്ട് കൂട്ടി. നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഭീമമായ തുകയാണ് പാകിസ്ഥാൻ ചോദിച്ചത്. അപ്പോൾ ഈ കരാർ പ്രകാരമുള്ള വ്യവസ്ഥയിൽ ഓരോ രാജ്യങ്ങളും അവരവരുടെ ഏരിയയിലൂടെ കടന്നു പോകുന്ന മേഖലയിലെ നിർമ്മാണ ചെലവ് ഏറ്റെടുക്കണമെന്നായിരുന്നു. അപ്പം നിർമ്മാണ ചെലവ് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് കാര്യമായ നിർമ്മാണ ചെലവില്ല. പക്ഷേ അതും കൂടി പരിഹരിക്കത്തക്ക രീതിയിലാണ് പാകിസ്ഥാൻ ട്രാൻസിറ്റ് ഫീ ചോദിച്ചത്. പിന്നെ ട്രാൻസിറ്റ് ഫീ മാത്രമല്ല, മെയിൻ്റനൻസ് ചാർജ് അവർ ചോദിക്കും. അവരുടെ രാജ്യത്തൂടി കടന്നു പോകുന്ന പൈപ്പ് ലൈൻ ഇന്ത്യ അതിൻ്റെ ആവശ്യക്കാരാണെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് അവർ ഉറപ്പുവരുത്തണമല്ലോ. അപ്പോൾ നിലവിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് 1100 കിലോമീറ്റർ പൈപ്പ് ലൈൻ അവരിട്ടു. പാകിസ്ഥാൻ ഒന്നും മടിച്ചു നിന്നു. കാരണം അമേരിക്കയാണ്. അമേരിക്ക ഇറാനുമായിട്ട് സംഘർഷം, ഈ ആണവ കരാറിനെ ചൊല്ലി തർക്കം നേരത്തെ മുതലേ ഉണ്ട്. അപ്പോൾ അമേരിക്ക ഇറാനെതിരെ ഉപരോധം പ്രഖ്യാപിച്ചു. അപ്പോൾ അമേരിക്കയെ പിണക്കിക്കൊണ്ട് പാകിസ്ഥാന് നടപടിയായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല, ഇന്ത്യക്കും പറ്റില്ല. ഇന്ത്യക്ക് ഈ സുരക്ഷാ കാരണങ്ങളും ഉണ്ടായിരുന്നു, അമേരിക്കയെ പിണക്കാൻ പറ്റില്ല എന്നുള്ള കാരണവും ഉണ്ടായിരുന്നു. അങ്ങനെ പാകിസ്ഥാനും ഇന്ത്യയും വിട്ടുനിൽക്കുകയായിരുന്നു. പക്ഷേ ഇറാൻ കടുത്ത നിലപാടെടുത്തു. പാകിസ്ഥാനെതിരെ ഭീമമായ നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് കൊടുത്തു. അപ്പോൾ അതോടുകൂടി പാകിസ്ഥാൻ മടിച്ച് അവരുടെ മേഖലയിൽ ഏതാണ്ട് 80 കിലോമീറ്റർ വരുന്ന പ്രദേശത്ത് പൈപ്പ് ലൈൻ ഇടുന്ന നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പൈപ്പ് ലൈൻ നിലവിൽ പാകിസ്ഥാനും ഇറാനും തമ്മിൽ മാത്രമായിട്ട് ചുരുങ്ങി. ഇന്ത്യ അതിൽ നിന്ന് പിൻവാങ്ങിയൊരവസ്ഥയാണ്. ഇപ്പോൾ ഈ പൈപ്പ് ലൈൻ വന്നിരുന്നെങ്കിൽ നമ്മുടെ വാഗ അതിർത്തിയിൽ പഞ്ചാബിൽ അവിടെ വരെ 1000 കിലോമീറ്റർ പ്രദേശത്ത് പാകിസ്ഥാൻ പൈപ്പ് ലൈൻ ഇട്ടിട്ട് ഇന്ത്യയുടെ അതിർത്തിയിലോട്ട് സാധനങ്ങൾ എത്തിക്കിട്ടുമായിരുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ തേടുന്നത് ചൈനയുമായിട്ടുള്ള സഹകരണമാണ്. കാരണം ഈ പദ്ധതി പാകിസ്ഥാനിലെത്തിയിട്ട് ചൈനയിലേക്കും കൂടി വാതകം കൊടുക്കാം. അപ്പോൾ ചൈനയുടെ CPEC എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്, അതായത് ബിൽറ്റ് ആൻഡ് റോഡ് എന്നൊക്കെ പറയാം. അപ്പോൾ അത് പ്രകാരം ചൈന ഇവർക്ക് പൈസ കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്.
ആ രീതിയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ആ പദ്ധതിയായിട്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പദ്ധതി ഇപ്പോൾ നമുക്ക് കിട്ടില്ല. ഇന്ത്യ വിട്ടപ്പോൾ ഒരു ചൈനയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കാം. അതിന് പാകിസ്ഥാന്റെ കാശില്ലല്ലോ. 2005 ബ്ലോക്ക് ആയതല്ലേ. 2008 ഇന്ത്യ അതിൽ നിന്ന് പിൻവാങ്ങി. ഇപ്പൊ ഇന്ത്യ ഈ പദ്ധതിയുമായിട്ട് യാതൊരു മുന്നോട്ട് പോക്കും ഇല്ല. അപ്പോൾ ഇന്ത്യക്ക് ഇറാനിൽ നിന്ന് ഇതേപോലെ എടുക്കുന്നത് അമേരിക്കയെ പിണക്കണം. അതിന് മാറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇനി അടുത്ത സാധ്യതയാണ് തുർക്ക്മെനിസ്ഥാനിൽ നിന്നൊരു പൈപ്പ് ലൈൻ വലിക്കാൻ നോക്കി. തുർക്ക്മെനിസ്ഥാൻ, അഫ്ഗാൻ, പാകിസ്ഥാൻ, ഇന്ത്യ, അവിടെയും പാകിസ്ഥാനുണ്ട്. അത് 1814 കിലോമീറ്റർ വരുന്ന ഒരു പൈപ്പ് ലൈനാണ്. കസാക്കിസ്ഥാൻ കൂടി ഈ പദ്ധതിയുടെ ഭാഗമാകാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ സാധ്യത ഏതായാലും ഉണ്ടാകാം. ഏതായാലും ഇത് സംബന്ധിച്ചുള്ളൊരു കരാർ 2010 ഇന്ത്യയും പാകിസ്ഥാനും എല്ലാവരും ഒപ്പിട്ടിട്ടുണ്ട്. ആ കരാറിൽ നിന്ന് ഇന്ത്യ ഇതുവരെ പിന്നോക്കം പോയിട്ടില്ല. ഇപ്പം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സംഘർഷമുണ്ട്. സിന്ധു നദീജല കരാർ നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ കരാർ ഇതുവരെ ഫ്രീസ് ആക്കിയിട്ടില്ല. പക്ഷേ ഇന്ത്യയുടെ ഭാഗത്ത് ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അപ്ഡേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നടപ്പാക്കപ്പെടാം, ഇല്ലാതിരിക്കാം എന്നുള്ളതാണ്. ഏതായാലും ഇന്ത്യയുടെ ഗെയിൽ ആണ് ഈ പാകിസ്ഥാൻ്റെ പൊതുമേഖലാ കമ്പനി ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇന്ത്യയുടെ ഗെയിലും അവരുമായിട്ട് സംയുക്തമായിട്ടാണ് ഈ കരാർ നടത്തിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെയും അതായത് ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ വാതകപ്പാടം തുർക്ക്മെനിസ്ഥാനിലെ ഗാൽക്കിനിഷ്, അവിടെ നിന്നാണ് ഈ പൈപ്പ് ലൈൻ തുടങ്ങുന്നത്. എന്നിട്ട് അവിടുന്ന് നമ്മുടെ വീണ്ടും ബലൂചിസ്ഥാൻ വഴി തന്നെയാണ് ഈ പൈപ്പ് ലൈൻ കടന്നു വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ഒരു ആശങ്കയുണ്ട്. പക്ഷേ ഇത് മാത്രമേ ഉള്ളൂ നിലവിലെ ആശങ്ക. അമേരിക്കയെ പേടിക്കേണ്ടതില്ല. അതാണ് ഈ പദ്ധതിയുടെ ഹൈലൈറ്റ്. പിന്നെ ഈ പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ പ്രതിവർഷം 33 ബില്യൺ ക്യൂബിക് മീറ്റർ ഗ്യാസ് നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗ്യാസിൻ്റെ 47.5% വീതം, അതായത് ഏതാണ്ട് 95% ഇന്ത്യയും പാകിസ്ഥാനും ഷെയർ ചെയ്യും. ഒരു 5% അഫ്ഗാനിസ്ഥാന് കൊടുക്കും. ഇതാണ് നിലവിലെ ഒരു രീതി. കസാക്കിസ്ഥാനും കൂടി ഇതിൽ പങ്കാളിയാകുമെന്ന് പറയുന്നു. അവർക്ക് എത്ര കൊടുക്കും എന്നുള്ളത് നമുക്ക് നിലവിൽ വ്യക്തതയില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു 1600 മുതൽ 2000 കോടി രൂപ വരെ ഈ കാര്യത്തിൽ നമ്മൾ പാകിസ്ഥാന് കൊടുക്കേണ്ടി വരും പ്രതിവർഷം. ഈ ട്രാൻസിറ്റ് ഫീയും മെയിൻ്റനൻസ് എന്നിരുന്നാലും ഈ പദ്ധതിയുമായിട്ട് ഇന്ത്യ മുമ്പോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. പിന്നെ എന്തുകൊണ്ട് ഈ വാതക പൈപ്പ് ലൈനുമായിട്ട് ഇന്ത്യ മുമ്പോട്ട് പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കും പാകിസ്ഥാനും നിലവിൽ വലിയ രീതിയിലുള്ള ഈ പ്രകൃതി വാതക ദൗർലഭ്യമുണ്ട്. പാകിസ്ഥാനിലെ വ്യവസായശാലകൾക്ക് ഇത് ആവശ്യമാണ്, ഇന്ത്യക്കും ആവശ്യമാണ്. അപ്പോൾ ഈ പദ്ധതി നടപ്പാകാൻ മെയിൻ്റനൻസ് കോസ്റ്റ് എല്ലാം ഇന്ത്യയുടെ തലയിൽ കൊണ്ട് വെക്കും പാകിസ്ഥാൻ. ഇല്ല, അങ്ങനെയല്ല. ഈ കരാറിന്റെ അടിസ്ഥാന തത്വം അതാത് പ്രദേശത്ത് രാജ്യത്തൂടെ കടന്നു പോകുന്ന മേഖലയിലെ ഉത്തരവാദിത്വം അവർക്കാണ്. ഇപ്പൊ ഇന്ത്യക്ക് കാര്യമായ ഒരു ചെലവ് വരുന്നില്ല. കാരണം ഇന്ത്യയിൽ എത്തിക്കിട്ടി കഴിഞ്ഞാൽ ബാക്കി വിതരണ ശൃംഖലകളിലേക്ക് നമ്മൾ തന്നെ കൊണ്ടുപോകും. ഈ സാധനം അവിടുന്ന് ഇവിടെ നിന്ന് വരുന്നതിൽ പാകിസ്ഥാന്റെ ഭൂപ്രദേശത്തുകൂടി വരുന്നതിന് ട്രാൻസിറ്റ് ഫീറ്റ് പാകിസ്ഥാന്, അഫ്ഗാന്, പിന്നെ വേറെ ആർക്കൊക്കെ പ്രയോജനം, കസാക്കിസ്ഥാൻ കൂടി ഇതിൽ പങ്കാളിയാകുമെന്ന് പറയുന്നു. ഏതായാലും ഈ പദ്ധതി നടപ്പാകാൻ സാധ്യതയുണ്ട്. തൽക്കാലം ഇന്ത്യ ഈ പദ്ധതിയിൽ നിന്ന് പിന്നോക്കം പോയിട്ടില്ല. ഇറാനിൽ നിന്ന് പാകിസ്ഥാൻ വഴിയുള്ള പൈപ്പ് ലൈനിൽ തൽക്കാലം ഇല്ല. കാരണം അമേരിക്കയെ പിണക്കണം, ബലൂചിസ്ഥാന്റെ റിസ്ക് ഇഷ്യൂ ഉണ്ട്. ഇവിടെ ആ പ്രശ്നങ്ങളില്ല. ബലൂചിസ്ഥാൻ ഉണ്ട്, എന്നിരുന്നാലും അമേരിക്കയുമായിട്ട് ഇതിൽ യാതൊരു ഇടപാടും നടത്തേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് ഈ പദ്ധതി നടപ്പാകാൻ തന്നെയാണ് സാധ്യത.